ഇതില് ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സംഭവങ്ങളാണ്. അതിൽ ജർമ്മനിയിൽ ഈസ്റ്റേൺ ജർമ്മനി ആ ഭാഗത്ത് ഒരു തീവ്രവാദ ആക്രമണം നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ മരണങ്ങളും അതേപോലെ പരിക്കുകളും കുറേ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ സോഫാർ ഒരു മരണം, 80 പേർക്ക് ഇഞ്ചുറിയാണ്, 80 പേർക്ക് പരിക്കും എന്നാണ് പ്രാഥമികമായിട്ട് വന്ന റിപ്പോർട്ട്. പിന്നെ ഇതിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് ഒരാൾ കാർ ഓടിച്ച് കയറ്റുകയായിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചത്. അപ്പൊ ഇത് ഒരു തീവ്രവാദ അറ്റാക്ക് ആണെന്നാണ് ജർമ്മനിയുടെ സൈഡിൽ നിന്നുള്ള വിലയിരുത്തൽ. ഇനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കേസ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏത് രീതിയിലുള്ള ഒരു അപകടമാണ് ഇത്, ഏത് വിഭാഗത്തിൽപ്പെട്ട ഒരു തീവ്രവാദ ആക്രമണമാണെന്നുള്ളത് വരുന്ന മണിക്കൂറുകളിൽ അത് അറിയാൻ കഴിയുന്നതായിരിക്കും. നമ്മൾ ഇതിന് മുമ്പ് ഇട്ട വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, യമനികളെ ആക്രമിക്കാൻ ഇസ്രയേൽ പദ്ധതി ഇടുന്നുണ്ട്. ഒരു സെറ്റ് ഓഫ് ആക്രമണം നടത്തി കഴിഞ്ഞു ഇസ്രയേലിന്റെ സൈഡിൽ നിന്ന്. അപ്പൊ അതിനെ പ്രതികരിച്ച് യമന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വെള്ളിയാഴ്ച അതായത് ഇന്നലെയാണല്ലോ പ്രധാനപ്പെട്ട ദിവസം. ആ ദിവസം അവർ പ്രാർത്ഥനയ്ക്ക് ശേഷം അവർ ഒത്തുകൂടി ഒരു ഗ്യാതറിംഗ് നടത്തിയിട്ടുണ്ട്. ആ ഗ്യാതറിംഗിൽ അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേലിനെ കൃത്യമായിട്ട് തിരിച്ചടിക്കും, അതുപോലെ തന്നെ പാലസ്തീനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇത് ജസ്റ്റ് ഒരു AK-47 എടുത്തുകൊണ്ട് ഇസ്രായേലിനെതിരെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല. കൃത്യമായിട്ട് അവരുടെ കയ്യിൽ കുറച്ച് മിസൈലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ അവർ തീർച്ചയായിട്ടും അവർ ഇസ്രായേലിനെതിരെ പ്രയോഗിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഈ ഒരു കൂട്ടം, ഇത്രമാത്രം ആളുകൾ ഇങ്ങനെ കൂടി വരുന്നത് കൊണ്ട് ഇതൊരു മോബ് ലിഞ്ചിങ് ഒന്നല്ല. പിന്നെ ഇത് ഇസ്രായേൽ എന്ന് പറയുന്നത് ഈ ഹൂത്തികളുടെ അടുത്തല്ല ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 2000 കിലോമീറ്റർ രണ്ട് സ്ഥലങ്ങളും തമ്മിൽ ഉള്ള ദൂരപരിധിയുണ്ട്. കൂട്ടത്തോടെ വന്നിങ്ങനെ ആക്രമിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോജിക്കല്ല. അപ്പൊ അവരുടെ കയ്യിൽ ഏത് രീതിയിലുള്ള സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട് എന്നുള്ളത് അവര് റിവീൽ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇതിനെ സാധൂകരിക്കുന്ന രീതിയിൽ IRGC, ഇറാന്റെ മിലിറ്ററി ഗ്രൂപ്പ്, അവര് കുറച്ച് ഡിസ്പ്ലേസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അവരുടെ കയ്യിലുള്ള മിസൈൽ സിസ്റ്റംസ് ഒക്കെ അവർ ജസ്റ്റ് ഒരു ഡിസ്പ്ലേക്ക് വെച്ചിട്ട് ഞാൻ ഒരു ഫോട്ടോ ഇവിടെ കാണിക്കാം. ആ രീതിയിൽ ഒരു മാർച്ച് അവർ നടത്തി കാണിച്ചിട്ടുണ്ട്. വലിയ ടെക്നോളജികൾ ഇപ്പൊ അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ തന്നെയും ഇതുകൊണ്ടൊരു ഉപയോഗമോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രാപ്തിയോ ഇറാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പൊ ഇനിയിപ്പോ ഇനി ഹൂത്തികളുടെ കയ്യിൽ കൊടുത്തിട്ട് ഇനി എന്താണോ ചെയ്യാൻ പോകുന്നത് നമുക്കറിയത്തില്ല. ഇനിയിപ്പോ വ്യത്യസ്തമായിട്ടൊന്നും നടക്കാനില്ല. ഇനി കുറെ ഹൂത്തികളും കൂടെ മരിച്ചു വീഴുന്നത് കണ്ട് രസിക്കുമായിരിക്കും ഇറാൻ. അല്ലാതെ പിന്നെ അതിനകത്ത് നമുക്കൊന്നും പറയാനില്ല. ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് അവർക്ക് ഇന്നാണ് ബോധോദയം വന്നിരിക്കുന്നത്. അപ്പൊ അവർ റിയലൈസ് ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ ഈ ഒരു റീജിയനിലെ ഡോമിനന്റ് ആയിട്ട് മാറിയിരിക്കുകയാണെന്നുള്ള ഒരു സത്യാവസ്ഥ അവർ ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നുള്ളതാണ്. അവർ പറയാതെ, ഇറാൻ എപ്പോഴും ഇങ്ങനെയാണ്, പലപ്പോഴും അവര് നെഗറ്റീവായിട്ട് വിചാരിച്ചുകൊണ്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ അങ്ങ് പറയും. പക്ഷെ അത് വളരെ പോസിറ്റീവായിട്ടാണ് മാറുന്നത്. അവരെന്ത് വിചാരിച്ചുകൊണ്ടാണോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, പക്ഷേ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേൽ റീജിയണൽ ഡോമിനന്റ് ആയിട്ട് മാറിയിരിക്കുകയാണെന്നുള്ളതാണ്. അതായത് മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും വലിയൊരു ശക്തിയായി ഇസ്രായേൽ മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇറാൻ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഫോറിൻ മിനിസ്റ്ററാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഗാസയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും കുറെ ഡോക്യുമെന്റ്സ് IDF സോൾജേഴ്സിനും അതേപോലെ ഷിൻബെറ്റിന്റെ മെമ്പർ ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഇന്റലിജൻസിലുള്ള ആൾക്കാർക്കെല്ലാം കിട്ടാറുണ്ട്. അപ്പൊ അങ്ങനെ കിട്ടിയ കുറച്ച് ഡോക്യുമെന്റ്സ് ഗ്യാദർ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയതാണ് ഈ ഒരു നെറ്റ്വർക്ക്. ഇത് എങ്ങനെയാണ് ഇവർ ആയുധങ്ങൾ കടത്തുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡേറ്റയാണ് IDFന് കിട്ടിയിരിക്കുന്നത്. അതിൽ അവർ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ റൂട്ട് 1, റൂട്ട് 2 ആണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് റൂട്ട് 1 സിറിയ, ജോർദാൻ, ഇത് രണ്ടാണ് പ്രാഥമികമായിട്ട് ഇറാനിൽ നിന്നും ആയുധങ്ങൾ വരുന്ന വഴി. അതിൽ ഏറ്റവും കൂടുതൽ റൂട്ട് 2 എന്ന് പറയുന്നത് സിറിയ ടു ലെബനാൻ. പിന്നെ അടുത്ത് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ജോർദാൻ ത്രൂ ഡയറക്റ്റ് ഇസ്രായേൽ, ജോർദാനിൽ നിന്നും വെസ്റ്റ് ബാങ്ക് ത്രൂ ഡയറക്റ്റ് ഇസ്രായേലിലേക്കാണ് ഈ വെപ്പൺ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ സിറിയയിൽ ഈ അസാദ് റെജീം ഉണ്ടായിരുന്ന സമയത്ത് ആ ഏറ്റവും കൂടുതൽ ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ട് പ്രവർത്തിച്ചിരുന്നത് ഈ അസാദിന്റെ റെജീമാണ്. അവിടുന്ന് ഏറ്റവും കൂടുതൽ വെപ്പൺ സപ്ലൈ ചെയ്തിരുന്നത് ലെബനാനിലോട്ടാണ്, അതായത് ഈ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പോഴാണ് ഇസ്രായേൽ ഈ ഒരു ഡോക്യുമെന്റ് ഒക്കെ റിവീൽ ചെയ്യുന്നത്. ഈ ഡോക്യുമെന്റിന്റെ ബേസിസിലാണ് ഇസ്രായേൽ ഓരോ സ്ഥലങ്ങളും കൃത്യമായി കണ്ടെത്തി ടാർഗറ്റഡ് അറ്റാക്ക് നടത്തിയത്. അല്ലാതെ ഇത് ഇസ്രായേലിന് ആരും പറഞ്ഞു കൊടുത്തതല്ല. അതായത് ഇസ്രായേലിന്റെ ഇന്റലിജൻസിന് കിട്ടിയ ഒരു ഡോക്യുമെന്റ്, അവരുടെ ഇന്റലിജൻസ് എങ്ങനെയാണ്
ഈ ഒരു നെറ്റ്വർക്കിനെ തകർത്തെറിഞ്ഞത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. ഈ ഡോക്യുമെന്റ് നിർണായകമായ പല ആക്രമണങ്ങൾ, ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങൾ തടയാൻ ഉപകരിച്ചു എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു വെക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഈ ഇസ്രായേലിന്റെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് അത്ര എഫിഷ്യന്റ് ആണ്. അവരൊരു ചെറിയ തുണ്ട് കഷ്ണം പേപ്പർ പോലും കളയാറില്ല എന്നുള്ളതാണ്. അതായത് ഇവര് ആക്രമിച്ച് കയറുന്ന ആ ഒരു ഹമാസ് തീവ്രവാദികൾ താമസിക്കുന്ന ഈ ടെന്റുകളിലൊക്കെ കയറുമ്പോഴത്തേക്കും ഇവരെ അരിച്ചു പിറക്കി ചെറിയ തുണ്ട് പേപ്പർ വരെ ഇവർ എടുത്ത് പരിശോധിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് ആ രീതിയിലുള്ള ട്രെയിനിങ്, ഇതിനെയാണ് നമ്മൾ ട്രെയിൻഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ ട്രെയിൻഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം എഫിഷ്യന്റ് ആണ് ആ ഒരു ആർമി എന്ന് പറയുന്നത്. അതില് ടോപ്പ് മുതൽ താഴെക്കടയിലുള്ള ആൾക്കാർ വരെ ഇതേ പ്രവൃത്തി അവർ തുടരുന്നതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു ഇന്റലിജൻസ് സംവിധാനം ഇത്ര എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതും അത് പ്രാവർത്തികമായിട്ട് വിനിയോഗിക്കാൻ കഴിയുന്നതും. അത് അവരുടെ വിജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സിറിയയ്ക്ക് ഉള്ളില് നിർണായകമായ സ്ഥലങ്ങൾ IDF കയറി പിടിച്ചിട്ടുണ്ട്. അതായത് ഈ ഗോലാൻ കുന്നുകൾ എന്ന് പറയുന്ന ആ സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടെ എക്സ്റ്റെൻഡഡ് ഏരിയയാണ് ബഫർ സോൺ ആയിട്ട് തൽക്കാലം ഈ ബഫർ സോൺ പുതിയ ബഫർ സോൺ ആയിട്ട് പ്രഖ്യാപിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് IDF ആർമി ഉള്ളിൽ പോയിട്ടുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് അവിടുത്തെ സിവിലിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ഇതിനെ തടയാൻ വന്നിട്ടുണ്ട്. ആ തടയാൻ വന്ന സമയത്ത് IDF-നും ആ സിവിലിയൻസിനും എതിരെ നല്ല രീതിയിലുള്ള ഒരു ക്ലാഷ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊരു സിവിലിയനെ IDF വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്ത. ഇത് ഇനി സിറിയയുടെ ഭാഗത്ത് നിന്ന് ഏത് രീതിയിലുള്ള പ്രതികരണം വരും? അതായത് പുതിയ റെജീമാണല്ലോ അവിടെ, അതായത് പുതിയ ഭരണകൂടമാണ് അവിടെ ഉള്ളത്. ഈ ജൊലാനി HTS-ന്റെ ഭരണകൂടമാണ് ഉള്ളത്. അപ്പൊ അവർ ഏത് രീതിയിൽ ഇതിനെ കാണും, ഏത് രീതിയിൽ ഇതിനെ പ്രതികരിക്കും എന്നുള്ളത് ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രതികരണവും ആ ഭാഗത്ത് നിന്ന് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിനെതിരെ പ്രതികരിക്കാൻ സാധ്യതയുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് തുർക്കിയാണ്. തുർക്കി ഇസ്രായേൽ ഇങ്ങനെ ഈ സ്ഥലം കയറിപ്പിടിക്കുന്നത്, സിറിയയുടെ സ്ഥലം കയറിപ്പിടിക്കുന്നതിൽ നല്ല അസൂയുള്ള ഒരു രാജ്യമായിട്ടാണ് ഇതുവരെ രേഖപ്പെടുത്തിക്കൊണ്ട് വരുന്നത്. കാരണം ഈ ഒരു HTS എന്ന് പറഞ്ഞ ഫോഴ്സിനെ ഇത്രമാത്രം എഫക്റ്റീവായിട്ട് പുഷ് ചെയ്ത് വിട്ടത് തുർക്കിയാണ്. ഇസ്രായേൽ നടത്തിയ ചില ആക്രമണങ്ങൾ അവർക്ക് സഹായകരമായി. പക്ഷെ അതേസമയം ഇസ്രായേലും HTS-ഉം തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ്. അവര് പ്രാഥമികമായിട്ട് തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയുള്ള ആൾക്കാരാണ്. പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ അസാദാണ് കോമൺ എനിമി എന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഇവര് ഒരു മ്യൂച്വൽ കൺസെന്റോട് കൂടി മുന്നോട്ട് പോയത്. അതേസമയം തുർക്കിയാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ഈ HTS-നെ സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ എർദോഗൻ കുറച്ച് സ്ഥലം എങ്ങനെയെങ്കിലും കയറി അങ്ങ് പിടിക്കാം, ഈ കുർദിസ്ഥാൻ മേഖല പിടിക്കാന്ന് പറഞ്ഞുകൊണ്ട് വളരെ തന്ത്രപരമായിട്ട് നിൽക്കുകയാണ്. പക്ഷെ അതിനൊരു സാഹചര്യം ഇതുവരെ ഒരുങ്ങിയിട്ടില്ല. കാരണം ഈ ഇസ്രായേലിനെ പോലെ ഈ അറബ് രാഷ്ട്രങ്ങളെയോ മുസ്ലിം രാഷ്ട്രങ്ങളെയോ സുന്നി രാഷ്ട്രങ്ങളെയോ മൊത്തത്തിൽ എതിർത്തോണ്ട് എർദോഗന് അങ്ങനെ ഇറങ്ങാൻ കഴിയില്ല. ഇസ്രായേലിന് മുന്നും പിന്നും നോക്കേണ്ട ആവശ്യമില്ല, ഇസ്രായേലിനെ ഇറങ്ങാം. അതുകൊണ്ടാണ് ഇസ്രായേൽ ധൈര്യമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇതേപോലെ തുർക്കിക്ക് ഇറങ്ങാൻ കഴിയില്ല. ഇനി തുർക്കി അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി ഏതൊക്കെ രാജ്യങ്ങൾ തുർക്കിയെ എതിർക്കും എന്നുള്ള രീതിയിൽ തുർക്കി പേടിക്കുന്നുണ്ട്. കാരണം സുന്നി രാജ്യങ്ങളുടെ ഒരു നേതാവായിട്ട് മുന്നോട്ട് വരാൻ വ്യഗ്രത പൂണ്ട് നിൽക്കുന്ന ഒരാളാണ് തയ്യബ് എർദോഗൻ. അതുകൊണ്ട് സ്ഥിരമായിട്ട് തുർക്കി ഞാൻ ഭരിച്ചോളാം എന്നങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ ആ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇയാൾ ഇങ്ങനെ ഒരു പ്രവൃത്തി കാണിച്ചു കഴിഞ്ഞാൽ അത് എർദോഗന് തുർക്കിയിൽ ഒരു പക്ഷേ അയാളെ കുറച്ച് നാളത്തേക്ക് നിലനിർത്തിയേക്കാം. പക്ഷേ മറ്റുള്ള രാജ്യങ്ങളുണ്ടല്ലോ, മറ്റുള്ള രാജ്യങ്ങൾ അതേപോലെ IOC എന്ന് പറയുന്ന ഈ ഒരു ഇസ്ലാമിക് ഓർഗനൈസേഷൻ, ആ ഒരു രാജ്യങ്ങളുടെ ഇടയിലൊക്കെ ഇത് വിമർശനത്തിന് വഴിവെക്കും. അതുപോലെ തന്നെ പലതരത്തിലുള്ള സാങ്ഷൻസിനും ഇത് വഴിയൊരുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എർദോഗൻ കുറച്ച് ഇങ്ങനെ മൈൻഡ്ഫുൾ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ എന്നാലും പിന്നെ ഇസ്രായേൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നെങ്കിൽ തുർക്കി ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ആ സ്ഥലം കയറി പിടിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനി ഇത് ഇങ്ങനെ നീണ്ടുപോയി ഇത് അങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ അവസാനം ഇസ്രായേലും തുർക്കിയും എന്നുള്ള സാഹചര്യം വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഗാസയ്ക്കുള്ളിൽ 2 സ്ഥലങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിൽ ഏതാണ്ട് 25ഓളം പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇത് ഓൾറെഡി തന്നെ 3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇസ്രായേൽ അവിടെ അനൗൺസ്മെന്റും നോട്ടീസൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അറബിക് ലാംഗ്വേജിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഇത് നമ്മളുടെ വാർത്തയിൽ തന്നെ നമ്മൾ 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ബന്ദികളെ വിട്ടുകിട്ടാനുള്ള ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു അറ്റാക്ക് കുറച്ച് മാറ്റി വെച്ചിരുന്നത്. ഇതിൽ നുസൈറാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. റെഫ്യൂജി ക്യാമ്പിലാണ് ഈ അറ്റാക്ക് നടത്തിയത്. അതിന് കാരണമായിട്ട് പറയുന്നത് ഹമാസ് തീവ്രവാദികൾ അവിടെ സിവിലിയൻസിന്റെ മറവിൽ ഒളിച്ചിരിക്കുന്നു എന്നുള്ളത് കണ്ടെത്തിയത് കൊണ്ടാണ് അവിടെ ആക്രമണം നടത്തിയത് എന്ന് IDF പറഞ്ഞിരിക്കുന്നത്. വെസ്റ്റേൺ സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റില് സ്വീഡൻ ഒരു നിർണായകമായ സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുകയാണ്. 30,000 ഗ്രേവ്സ്, അതായത് 30,000 കുഴിമാടങ്ങൾ ഞങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് നോക്കുമ്പോഴത്തേക്കും ഇത് റഷ്യൻ സോൾജേഴ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുഴിമാടങ്ങളാണെന്നാണ് സ്വീഡൻ പറഞ്ഞിരിക്കുന്നത്. അതായത് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു പേടിയുണ്ട്. പേടി മീൻസ് അവർ കോൺഷ്യസ് ആണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ റഷ്യ ഉക്രൈനോട് നിൽക്കില്ല,
ഉക്രൈനും കടന്ന് റഷ്യ വെസ്റ്റിലുള്ള പല രാജ്യങ്ങളെയും ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിത് അവിടെ ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഇത് യൂറോപ്പ് മൊത്തം ഒരു വാറിലേക്ക് പോകുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. കാരണം ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇത് ട്രംപ് വന്നു കഴിഞ്ഞാൽ, ഇതിനൊരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ റഷ്യ ഉക്രൈൻ വാർ ഒരു എഗ്രിമെന്റ് വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതിനൊരു സമാധാനം കാണാൻ കഴിയുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നീണ്ടു പോകാനാണ് സാധ്യത. കാരണം ഈ ഉക്രൈന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ സെലൻസ്കി അയാൾ കുറച്ച് ഒരു ക്രാക്ക് മൈൻഡഡ് ആയിട്ടാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങോട്ട് കയറി കൂടുതൽ ആക്രമിക്കുന്ന ഒരു രീതിയാണ് ഇപ്പൊ കണ്ടുവരുന്നത്. ഇത് ഒരിക്കലും യൂറോപ്പിന് ഗുണം ചെയ്യുന്ന പരിപാടിയല്ല. കാരണം ഈ വാർ എന്ന് പറയുമ്പോഴത്തേക്കും ബോർഡർ വിട്ടിട്ട് അങ്ങ് കൂടുതലായിട്ട് ആക്രമണം നടത്തുന്ന ഒരു സ്വഭാവ രീതി സെലൻസ്കി കാണിക്കുന്നുണ്ട്. അത് തോന്നുന്നത് പറഞ്ഞാല് ഇലക്ഷൻ പോലും ഇല്ലാതെ കുറെ നാളുകൂടെ ഈ ഉക്രൈനിലെ വാർ നടത്തിക്കൊണ്ടെങ്കിലും കസാരയിലിരുന്ന് ഭരിക്കാം എന്നുള്ളൊരു തീരുമാനമാണോ എന്നുള്ള സംശയം പലർക്കും രൂപപ്പെട്ടു വരുന്നതാണ് അവിടുത്തെ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത് കിടക്കുന്ന ഈ ബംഗ്ലാദേശിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ ഫോഴ്സ്ഫുള്ളി റിസൈൻ ചെയ്ത് കൊണ്ടുപോയതാണ് എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവിടുത്തെ ഒരു ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ആൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെ ഗണ്ണിച്ചുകൊണ്ട് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ സ്പോക്സ് പേഴ്സൺ രൺധീർ സിംഗ് ജയ്സ്വാൾ കൃത്യമായിട്ട് അതിനെ ഗണ്ണിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന പറഞ്ഞാല് ബംഗ്ലാദേശ് കുറച്ചുകൂടെ സൂക്ഷിച്ച് കാര്യങ്ങളും വാർത്തകളൊക്കെ പറയുന്നത് നന്നായിരിക്കും. കാരണം തുടരെ ഇങ്ങനെ ഇന്ത്യക്കെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നതിൽ യാതൊരുവിധ പ്രസക്തിയും ഇല്ല എന്നുള്ളതാണ്. കാരണം ഏത് സാഹചര്യത്തിലാണ് ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നത്? അവർ ലൈഫ് ത്രെട്ട് ഉണ്ടായതുകൊണ്ട് അവർ രക്ഷപ്പെട്ട് വന്നതാണ്. അതുപോലെ തന്നെ അത് ബംഗ്ലാദേശിന്റെ ആർമിയാണ് ഇടപെട്ട് അവരെ ഇന്ത്യയിൽ കൊണ്ടാക്കിയിട്ട് പോയത്. അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം സ്റ്റേറ്റ്മെന്റ് പറയാൻ എന്നുള്ള രീതിയിൽ കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബംഗ്ലാദേശും പാകിസ്ഥാനും ബംഗ്ലാദേശും രണ്ട് റിലീജിയസ് സ്റ്റേറ്റുകളായിട്ട് ഇന്ത്യയിൽ നിന്ന് മാറി താമസിക്കാൻ വേണ്ടി ഉണ്ടായ രണ്ട് രാജ്യങ്ങളാണ്. അതിൽ ഒരു രാജ്യമായിട്ടാണ് ഉണ്ടായത് ഈസ്റ്റ് പാകിസ്ഥാൻ, വെസ്റ്റ് പാകിസ്ഥാൻ എന്നുള്ള നിലയിൽ. പക്ഷേ അവിടെ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കണം. ഈ ഒരു ഇടപ്പെട്ട കാലത്ത് ബംഗ്ലാദേശിൽ 2200 മൈനോറിറ്റി ഇഷ്യൂസ് ആണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാനിലാണെങ്കിൽ 178 കേസുകളാണ് പാകിസ്ഥാനിലെ മൈനോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കേസുകൾ. ഇതില് ഇന്ത്യ ഉണ്ടാക്കി കൊടുത്ത ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. ഇത് പാകിസ്ഥാനേക്കാളും മോശപ്പെട്ട രീതിയിലാണ് മൈനോറിറ്റിയോട് പെരുമാറുന്നത് എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇത് ഞാൻ ഇവിടെ പറയാനുള്ള കാരണം ഈ യുവന്മാർ എത്രമാത്രം വിഷജന്തുക്കളാണെന്നാണ് ഈ ഒരു വാർത്ത നമുക്ക് മനസ്സിലാക്കി തരുന്നത്. 2008 മുംബൈ അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട്, മുംബൈ അറ്റാക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, ഈ ഒരു താജ് ഹോട്ടലിൽ നിന്ന് കത്തുന്ന ഒരു രംഗം. അപ്പൊ ആ അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തി US കുറെ നാളുകൊണ്ടേ കസ്റ്റഡിയിലുണ്ട്. തഹാവൂർ റാണ എന്നാണ്. ഈ റാണ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് US ഡ്യുവൽ സിറ്റിസൺ ആണ്. അതായത് US കനഡയിലും അയാൾക്ക് പൗരത്വമുണ്ട്. കുറെ നാളുകൊണ്ട് US കസ്റ്റഡിയിലാണ്. അപ്പൊ ഇന്ത്യ കൃത്യമായിട്ട് ഈ തഹാവൂർ റാണയെ എക്സ്ട്രാഡിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നാളായിട്ട് റിക്വസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ മുംബൈ കേസിൽ പ്രതിയായിട്ടുള്ള ഇയാള് ഇപ്പൊ തൽക്കാലം അയാളുടെ കേസ് എൻഡിങ്ങിൽ വരുന്ന സമയത്ത് അയാൾ വീണ്ടും ഒരു റിട്ട് ഹർജി കൊടുത്തിരിക്കുകയാണ് US കോടതിയിൽ. US കോടതി നിരുപാധികം ആ റിട്ട് ഹർജി തള്ളിയിരിക്കുകയാണ്. അതായത് അയാൾക്ക് US തന്നെ തുടരാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ഹർജി കൊടുത്തിരിക്കുന്നത്, റിട്ട് ഹർജി. അപ്പൊ അതിനെ നിരുപാധികം US കോടതി തള്ളിക്കൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ US ഇന്ത്യയുടെ റിക്വസ്റ്റിനെ മാനിച്ചുകൊണ്ട് അയാളെ എക്സ്ട്രാഡിറ്റ് ചെയ്യാനുള്ള വഴി ഒരുക്കുന്നു എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ഇന്ത്യൻ ഡിപ്ലോമസിയുടെ ഒരു വിജയമായിട്ട് തന്നെ കണക്കാക്കാൻ പറ്റും. ഈ മുംബൈയിലെ ധാരാവി എന്ന് പറഞ്ഞ കുറെ ചേരി പ്രദേശങ്ങളുണ്ട്. ഈ പ്രദേശങ്ങളൊക്കെ അവിടെ നല്ല രീതിയിലുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനും ഈ ചേരികൾ കുറച്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും 2018 മുതലേ ഇതിനെ ബിഡ് ചെയ്തുകൊണ്ട് അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനി ഇവിടെ കൺസ്ട്രക്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കൊട്ടേഷൻ വെച്ചിട്ട് അതിനെ ഏറ്റെടുക്കേണ്ടായി. പക്ഷെ അത് ഒരു തർക്കത്തിൽ പെട്ട് അത് കോടതിയിലായിരുന്നു പിന്നെ ആ കേസ് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ എന്തായാലും അതിനെ എതിർത്ത് വന്ന പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ലിങ്സ് എന്ന കമ്പനിയും അദാനിയും തമ്മിലാണ് ഈ ഒരു ക്ലാഷ് കോടതിയിൽ മുന്നോട്ട് പോയിരുന്നത്. അപ്പൊ അത് ഇപ്പം സെക്ലിങ് എന്ന് പറഞ്ഞ കമ്പനിയുടെ റിക്വസ്റ്റ് നിരുപാധികം തള്ളിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സംഭവിച്ചത് അദാനിക്ക് ഇപ്പൊ ആ ഒരു ബിഡിങ് കരസ്ഥമാക്കാൻ കഴിഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇപ്പൊ അവിടെ ആ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ധാരാവിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവാം. ഹൈക്കോടതി ഇപ്പൊ ആ ഉത്തരവ് പാസ്സാക്കി കൊടുത്തിരിക്കുകയാണ്. ഇത് ഈ ഒരു പ്രോജക്ട് 5069 കോടിയുടെ പ്രോജക്റ്റ് ആണ്. ധാരാവിയിൽ ആ പഴയ ചേരി ഒന്നും ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല. അതെല്ലാം ഇനി അണ്ടർ കൺസ്ട്രക്ഷൻ ചെയ്ത് എല്ലാവരെയും അപ്പാർട്ട്മെന്റ്സ്, അതായത് ഫ്ലാറ്റിലോട്ട് ഇനി ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. ഇതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പഴയത് തന്നെയാണോ, അതായത് 2018 വെച്ചിരുന്ന അതേ ഒരു കണ്ടീഷൻ ആണോ, ഇല്ലെങ്കിൽ അഥവാ ഇനി പുതിയ കണ്ടീഷൻസ് ഇനി വരുമോ എന്നുള്ളത് ഇനി കണ്ടറിയേണ്ട കാര്യമാണ്. മോശമായ കാലാവസ്ഥ കാരണം ഇന്ത്യയിലെ ഫുഡ് ഐറ്റംസ്, അതായത്
മലക്കറികൾ, ഈ പച്ചക്കറികൾക്കും മറ്റുള്ള സാധനങ്ങൾക്കൊക്കെ വില കൂടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇത് റിസർവ് ബാങ്ക് ആണ് ഈ ഒരു വാണിംഗ് കൊടുത്തിരിക്കുന്നത്, RBI ആണ് ഈ ഒരു വാണിംഗ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഇൻഫ്ലേഷന്റെ കാര്യം. അപ്പൊ ഇൻഫ്ലേഷൻ കൂടാനുള്ള സാധ്യതയാണ് ഇന്ത്യയിൽ കാണുന്നത്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അത് എന്താണെന്ന് പറഞ്ഞാല് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ഒരുപാട് ഗോൾഡ് ശേഖരിച്ചു വെക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അപ്പൊ ഈ ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പർച്ചേസ് ചെയ്ത് റിസർവ് ബാങ്കിൽ അങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അപ്പൊ നമ്മള് കമോഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറക്കുമതി കയറ്റുമതിയിൽ, അതായത് ഇപ്പം നവംബറിൽ മാത്രം ഇന്ത്യ 50 ടൺ ഗോൾഡ് ആണ് ഇറക്കുമതി ചെയ്തിരിക്കുന്നത്, ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ഇമ്പോർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ഇത് ടോട്ടൽ ഇന്ത്യയുടെ ഇമ്പോർട്ടിൽ 30% കണക്കാക്കപ്പെടുന്നത്. ടോട്ടൽ ഇന്ത്യയുടെ ഇമ്പോർട്ട്, നവംബർ മാസത്തിലുള്ള ടോട്ടൽ ഇന്ത്യയുടെ ഇമ്പോർട്ടിൽ 30% ഈ സ്വർണ്ണമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതില് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 30% തന്നെ ചെറിയൊരു തുകയല്ല കേട്ടോ, അത് വലിയൊരു പോർഷനാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അത് നല്ല രീതിയിൽ ഇന്ത്യയുടെ GDP ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളൊരു കമോഡിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സാധനമാണ് വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിലെ മറ്റുള്ള ആൾക്കാർ അത് മേടിക്കും. നമ്മൾ വേറൊരു സാധനം മേടിക്കും, ഒരു സാധനം അത് കൺസ്യൂമബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ, ഇപ്പൊ അത് കമേഴ്ഷ്യൽ ഗോൾഡ് ആണെങ്കിൽ പോലും അത് ഗോൾഡ് ഷോപ്പുകളിൽ ചെല്ലുകയും ആൾക്കാർ പർച്ചേസ് ചെയ്യും അതിനെ. പക്ഷേ റിസർവ് ബാങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഈ സ്വർണ്ണത്തിനെ ആരും റീപർച്ചേസ് ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു 30% എന്ന് പറഞ്ഞ, ഈ 30% എന്ന് പറഞ്ഞ ഈ ഒരു വലിയ ഒരു ഭീമമായ ഒരു പോർഷൻ റിസർവ് ബാങ്കിൽ പോയി അങ്ങ് റിസർവിൽ ഇരിക്കുകയാണ്. അപ്പൊ ഇതുകൊണ്ടാണ് ഇന്ത്യയിൽ ചെറിയൊരു ഈ GDPയുടെ ഡെസ്പാരിറ്റി, ഇറക്കുമതി കയറ്റുമതിയിൽ, അതായത് ഇമ്പോർട്ട് എക്സ്പോർട്ടിൽ വന്ന ഒരു ഡെസ്പാരിറ്റി ഇതുകൊണ്ടാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. എത്രമാത്രം ഇതിൽ റിയാലിറ്റി ഉണ്ട് എന്നുള്ളത് എക്കണോമിക്സിൽ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്.